അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് സം ഓഫ് ത്രീ നമ്പേഴ്സ് ഈസ് 136 ഇഫ് ദ റേഷ്യോ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് 2:3 ആൻഡ് ദാറ്റ് ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഈസ് 5:3 ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ. സം ഓഫ് ത്രീ നമ്പേഴ്സ് പറയുന്നത് 136 ആണ്. ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും റേഷ്യോ പറയുന്നത് 2:3 ആണ്. അതേപോലെ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും റേഷ്യോ പറയുന്നത് 5:3 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും എഴുതാം. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും എഴുതാം. 2:3 എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും റേഷ്യോ 2:3 ആണ്. നമുക്ക് ABC എന്ന് എടുക്കാം. A:B:C എന്നാണ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് A:B ആണ്. ഇനി B:C എഴുതാം. B:C പറയുമ്പോൾ എന്താണ്? 5:3 ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ, ഇതാണ് സെക്കൻഡത്തെ. ഇനി ഇത് നമുക്ക് കമ്പൈൻ ചെയ്യണം. ഈ A:B പറയുന്നത് 2:3, B:C പറയുന്നത് 5:3. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യണം. കാരണം ഈ ബിയും സെയിം ആണല്ലോ. പക്ഷെ ഇവിടുത്തെ റേഷ്യോ തമ്മിൽ ഡിഫറെൻറ്റ് റേഷ്യോസ് ആയതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയത്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയെങ്കിലും സെയിം ആക്കണം. സെയിം ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3യും ഈ 5ൻ്റെയും LCM എന്താ നോക്കുക. ഈ 3ൻ്റെയും ഈ 5ൻ്റെയും ഈ ബിയിൽ കിടക്കണ ഈ 3ൻ്റെയും ഈ ബിയിൽ കിടക്കണ ഈ 5ൻ്റെയും LCM എന്താ നോക്കുക. അപ്പോൾ ഇതിൻ്റെ LCM കാണാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 15 ആണെന്ന്. എന്നാലും വെറുതെ നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് വെറുതെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 15 കിട്ടി. അതായത് ഈ 3നെയും ഈ 5നെയും നമ്മൾ 15 ആക്കണം. അപ്പോൾ ഈ 3നെ നമ്മൾ 15 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇൻറ്റു 5 ചെയ്യില്ലേ? അപ്പോൾ ഇവിടെ ഇൻറ്റു 5 ചെയ്യുമ്പോൾ ഇവിടെയും ഇൻറ്റു 5 ചെയ്യണം. അപ്പോൾ എന്താവും? റേഷ്യോ എന്താവും? 10:15 നമുക്ക് എഴുതാം. അതേപോലെ ഇതും നമ്മൾ ഈ 5നെ നമ്മൾ 15 ആക്കണം. അപ്പോൾ 15 ആക്കാൻ നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്യുക. ഇതിന് മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്യുക. അപ്പോൾ എന്തായും? 15:9 എന്നാവും. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും റേഷ്യോ കിട്ടി. രണ്ടിൻ്റെയും ബി നമ്മൾ സെയിം ആക്കി. അപ്പോൾ ഇത്ര നേരം ചെയ്ത് നമ്മൾ ബി സെയിം ആക്കലായിരുന്നു ചെയ്തത്. ഇനി നമുക്ക് എന്ത് എഴുതാം? A:B:C 10:15:9 എന്ന് എഴുതാം. ഇത് ശരിയല്ലേ? നമുക്ക് A:B:C 10:5:9 എന്ന് എഴുതാം. ഇനി നമുക്ക് ചോദ്യം നോക്കുമ്പോൾ ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ എന്നാണ്. അപ്പോൾ ഈ നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 15 എന്ന റേഷ്യോ മാത്രമേ ഉള്ളൂ. ഇതിന് നമ്മൾ നമ്പർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ചെയ്യണ പോലെ നമ്മൾ ഈ 10നെ 10x എന്ന് എടുക്കുക, 15നെ 15x എന്ന് എടുക്കുക, അതേപോലെ 9നെ 9x എന്ന് എടുക്കുക. പിന്നെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഈ ഈ റേഷ്യോനെ നമ്മൾ നമ്പറാക്കി. ഈ റേഷ്യോനെ നമ്മൾ എക്സ് കോമൺ ആയിട്ട് ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്പർ ആവും. അപ്പോൾ ഈ 10x, ഈ 15x, ഈ 9x ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 136 കിട്ടുമെന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അതായത് ഇത് നമ്മൾ നമ്പറാക്കി അസ്യൂം ചെയ്തു. അതിൻ്റെ എല്ലാം കോമൺ ആയിട്ടുള്ള നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ചോദ്യത്തിൽ പറയുന്നത് 10x പ്ലസ് 15x പ്ലസ് 9x പറയുന്നത് ആണ് 136 എന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാവും? 34x ഈസ് ഈക്വൽ ടു 136 എന്ന് കിട്ടി. ഇത് മനസ്സിലായല്ലോ അല്ലേ? 10x നമ്മൾ 10:15:9 എന്ന റേഷ്യോനെ നമ്മൾ ഒരു കോമൺ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ ശരിക്കത്തെ നമ്പർ ആവണത്. അതായത് നമ്മളിപ്പോൾ 8, 16 ആണെങ്കിൽ ഇതിന് നമ്മൾ എങ്ങനെയായിട്ട് എഴുതാം? നമുക്ക് 4:8:8 എന്ന് എഴുതാം. നമുക്ക് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള നമ്പർ പറയുന്നത് 2 ആണ്. അതായത് നമ്മൾ ഈ എക്സ് പറയുന്നത് 2 ആണ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെയാണ് ഇതും.
അപ്പോൾ നമുക്ക് 34x പറയുന്നത് 136 എന്ന് കിട്ടി. അപ്പോൾ കോമൺ നമ്പർ നമുക്ക് എന്താ കിട്ടി? 136 ഡിവൈഡഡ് ബൈ 34 എന്താ കിട്ടുക? 4 എന്ന് കിട്ടും. അപ്പോൾ കോമൺ നമ്പർ നമുക്ക് കിട്ടി 4 എന്ന്. ഇനി ഈ 4 ഈ റേഷ്യോയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടും. ചോദ്യത്തിൽ സെക്കൻഡ് നമ്പർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 15 ഇൻറ്റു ഈ എക്സിന് പകരം 4 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 60 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്.